ഇത് ഞാൻ ഇപ്പോൾ എടുത്തു പറയാൻ കാരണം ഇത് വോക്സ്വാഗൺ ടൈഗോണിൻ്റെ ബേസ് മോഡലാണ്. ഇപ്പോൾ ബേസ് മോഡൽ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാരണം അവർ വലിയ എക്സ്പെൻസീവായിട്ട് അത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഈ വാഹനം എടുത്താൽ കിട്ടുക എന്നാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട AVM വോക്സ്വാഗണിലാണ്. അപ്പം ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു യൂണീക്കായിട്ടുള്ള വെഹിക്കിളാണ്. വോക്സ്വാഗൺ ഒരു ജർമ്മൻ ബ്രാൻഡാണ്. നമുക്ക് ആൾക്കാർക്ക് ജർമ്മൻ ബ്രാൻഡുകളെ പറ്റിയൊരു ക്യൂരിയോസിറ്റിയാണ് എപ്പോഴും. കാരണം ഹൈലി എഞ്ചിനീയർഡ് ആയിട്ടുള്ള വെഹിക്കിൾസാണ്. അതേപോലെ അവരുടെ കംഫർട്ട്, സേഫ്റ്റി ഇതെല്ലാം മികച്ചു നിൽക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് അധികം ആൾക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതുവരെ നമ്മൾ വോക്സ്വാഗൺ എന്നൊരു ബ്രാൻഡിനെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു മാറ്റം വോക്സ്വാഗൺ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ത്യൻ മാർക്കറ്റ് സ്റ്റഡി ചെയ്തവർ ഇപ്പോൾ ഇറക്കി ഈ ഒരു ടൈഗൂൺ എന്ന് പറയുന്നൊരു മോഡൽ ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പം ഇത് ഞാൻ ഇപ്പോൾ എടുത്തു പറയാൻ കാരണം ഇത് വോക്സ്വാഗൺ ടൈഗൂണിൻ്റെ ബേസ് മോഡലാണ്. ഇപ്പോൾ ബേസ് മോഡൽ എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാരണം അവർ വലിയ എക്സ്പെൻസീവായിട്ട് അത് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഈ വാഹനം എടുത്താൽ കിട്ടുക എന്നാണ് ഞാൻ ആക്ച്വലി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ടതിലേക്കും ഒരു വാല്യൂ ഫോർ മണി ആയ ഒരു വെഹിക്കിൾ തന്നെയാണ് തീർച്ചയായും വോക്സ്വാഗൺ ടൈഗൂൺ എന്ന് പറയുന്നത്. അപ്പം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഉദാഹരണത്തിന് എന്നെ തന്നെ ഞാൻ പരിഗണിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വാഹനം എടുക്കുവാണെങ്കിൽ ഫസ്റ്റ് തോട്ട് എൻ്റെ മനസ്സിൽ വരിക വോക്സ്വാഗനാണ്. ഓഫ് കോഴ്സ് ഇത് എക്സ്പെൻസീവാണ്. അതുപോലെ മെയിൻ്റനൻസ് കോസ്റ്റ് അതിലും എക്സ്പെൻസീവാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരാം. അപ്പോൾ അതിനൊക്കെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു പ്രൈസിങ് തന്നെ ഒരു അത്യാവശ്യം ഒരു സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പം ഈ വണ്ടി ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അറൗണ്ട് ഒരു 14.07 lakhs ഓൺ റോഡ് പ്രൈസിൽ നമുക്ക് ഈ വാഹനം വാങ്ങാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഐ തിങ്ക് വേരി ചെയ്യുന്നുണ്ട്. എന്നാൽ തന്നെയും ഒരു അറൗണ്ട് 80,000 rupees വരെ നമുക്ക് ഇതിൽ ഓഫേഴ്സായിട്ട് നമുക്ക് കുറയുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ സർവീസ് കോസ്റ്റാണ്. പണ്ട് പോളോ ഉപയോഗിച്ചിരുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 20,000 ആ റേഞ്ചിലൊക്കെ ആൾക്കാർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് അറൗണ്ട് ഒരു ഇയർലി അറ്റ്ലീസ്റ്റ് ഒരു 7,000 rupees ആ ഒരു റേഞ്ചിൽ നമുക്കിത് ഏതൊരു SUV സർവീസ് ചെയ്യുന്ന കിട്ടുന്ന പോലെ തന്നെ നമുക്കിത് സർവീസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ വാഹനം എടുക്കുമ്പോൾ നമുക്ക് ആക്ച്വലി വലിയ കാര്യമായിട്ട് ഒരു മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യേണ്ടതില്ല. ഇതിൻ്റെ ഒരു ബേസ് മോഡലാണെങ്കിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കാണിച്ചു തുടങ്ങാം എന്തൊക്കെയാണ് ഈ വാഹനം എടുത്താൽ നമുക്ക് കിട്ടാനുള്ളത്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നെ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ടോപ്പ് എൻഡ് ആണോ അല്ലെങ്കിൽ ബേസ് മോഡലാണോ അങ്ങനൊരു ഡിഫറൻസ് ഒറ്റ നോട്ട് നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ ഒന്ന് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഫോഗ് ലാംപ്സ് ഇവിടെ മിസ് ഔട്ട് ആവുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അക്സസറി ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാതെ കാര്യമായ ഒരു എന്താ പറയുന്നത് ബേസ് മോഡൽ എന്നൊരു തോട്ട് നമുക്ക് മനസ്സിൽ വരത്തില്ല. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മിറേഴ്സ് വരുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ബേസ് മോഡലുള്ള മിക്ക ബ്രാൻഡുകളിലും ഞാൻ കണ്ടിട്ടില്ല, ഒരു പക്ഷേ ഉണ്ടായിരിക്കാം. എന്നാലും ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ബേസ് മോഡൽ തന്നെ ഒരു ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് വോക്സ്വാഗൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ അപ്പുറത്ത് വന്നേ ഞാനിതുവഴി വരാം. ഇത് ഇന്ത്യയിൽ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. കാരണം നമുക്ക് സ്റ്റിയറിങ്ങിൽ തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. അതേപോലെ അത്യാവശ്യം ഡിജിറ്റലി കാണുന്ന രീതിയിലുള്ള ഒരു ക്ലസ്റ്റർ വരുന്നുണ്ട്. പിന്നെ ഇത് മിസ് ഔട്ട് ആവുന്നത് ആക്ച്വലി ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അതിൽ വേണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. എന്നാൽ തന്നെ റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം മാത്രമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. റിവേഴ്സ് ക്യാമറ ആവശ്യമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ബേസ് മോഡൽ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്ന വെഹിക്കിൾസ് വളരെ കുറവാണ്. ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ സീറ്റിങ്സ് നോക്കുവാണെങ്കിലും വളരെ വിശാലമാണ്. പിന്നെ ഞാനൊരു എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ടാണ് കേട്ടോ. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒരു പ്രത്യേകതയാണ് നമുക്കിത് എടുത്ത് കാണേണ്ടത്. ബാക്ക് സീറ്റ് ഇരിക്കുന്നവർക്ക് പോലും നല്ലൊരു ലെഗ് സ്പേസ് കിട്ടുന്നുണ്ട്. അതേപോലെ റിയർ AC വെൻസും നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഒട്ടുമിക്ക ബ്രാൻഡുകളിലും ഈ ഒരു സംഭവം ഞാനധികം കണ്ടിട്ടില്ല. ബേസ് മോഡൽ റിയർ AC വെൻ്റ് എന്ന് പറയുന്നത് വളരെ എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ ഇവിടെ മിസ് ഔട്ട് ആവുന്നത് ഇവിടെ Type C ചാർജിങ് കേബിൾസ് ആണ്. അടുത്ത ഒരു മിഡ് വേരിയൻ്റ് ഒക്കെ വരുമ്പോഴേക്കും അത് നമുക്ക് ലഭ്യമാവുന്നുണ്ടാവും. പിന്നെ സേഫ്റ്റിക്കായിട്ട് ISO ഫിക്സ് പോലുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ റൂഫ് റെയിൽസ് നോക്കുവാണെങ്കിലും ബേസ് മോഡൽ നമുക്ക് അധികം മോഡൽസ് അങ്ങനെ കാണാൻ സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ ഡിക്കി സ്പേസ് നോക്കുവാണെങ്കിലും തരക്കേടില്ലാത്ത രീതിയിലുള്ള അറൗണ്ട് 350 അല്ലേ 385 അത്രത്തോളം കിട്ടുന്നൊരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ സ്പെയർ വീൽസ് ഒക്കെ എല്ലാം അടിയിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ 5 സ്റ്റാർ സേഫ്റ്റിയുള്ളൊരു വാഹനം കൂടി തന്നെയാണ് വോക്സ്വാഗൺ ടൈഗൂൺ എന്ന് പറയുന്നത്. പിന്നെ ഈ വാഹനം 4 എഞ്ചിൻ ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അതായത് 1 ലിറ്റർ ടർബോ എഞ്ചിന് അല്ലേ, 3 സിലിണ്ടർ ടർബോ എഞ്ചിൻ. പിന്നെ 1.5ൻ്റെ വരുന്നുണ്ട്. പിന്നെ 1 ലിറ്റർ വരുമ്പോഴേക്കും അതിൽ AT ട്രാൻസ്മിഷൻ ടോർക്ക് കൺവേർട്ടറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 1.5 വരുമ്പോഴേക്കും വോക്സ്വാഗൻ്റെ ഫേമസ് ആയിട്ടുള്ള
അതായത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അപ്പം അത്രത്തോളം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഈ വെഹിക്കിൾ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ എനിക്കിതേ പറ്റിയുള്ള നോളജാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്നൊരു വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ എന്തൂസിയാസ്റ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു.